അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് തീറ്റ മത്സരമാണ്. വേറെ തീറ്റ മത്സരം എന്നല്ല, നമ്മുടെ ഞെട്ടിക്കൽ കാന്താരി തിന്നുന്ന തീറ്റ മത്സരം. വേറെ ആരും തമ്മിലല്ല, നമ്മുടെ ഉമ്മയും ഷംല കുഞ്ഞായും തമ്മിലാണ്. അത് മാത്രമല്ല ഗൈസ്, ഇത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ പറ്റും. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പഠിച്ചോനെ നിങ്ങള് കാത്തോളി ഒറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. A few moments later. തോറ്റുവേണം പിന്മാറാം കേട്ടോ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇവനാരാ? പൊറോട്ട റേപ്പിസ്റ്റോ? ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. നീയൊക്കെ കണ്ണുവെച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. പിന്നെ ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും വേണ്ടല്ലോ. മൈ ഡയറ്റ് ഈസ് വെരി ലൈറ്റ്. രാവിലെ ഒരു 8 മുട്ട, 2 ഗ്ലാസ് റവക്കഞ്ഞി, പിന്നെ ഉച്ചക്കൊരു കോഴും കുറച്ച് പൊടിയരിക്കഞ്ഞും, ഉപ്പ് വേണ്ട. പിന്നെ വൈകുന്നേരം 2 ഗ്ലാസ് ഗോതമ്പ് കഞ്ഞി, അതിലുപ്പ് വേണം. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? അത് നീ കട്ട് ചെയ്തിട്ടാ മതി. ഒരാൾക്കുള്ളത് കഴിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുവും. അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? കേൾക്കാം. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല. രണ്ടുപേരും അങ്ങനെ ഒരേപോലെ ജയിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാ.